ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആജുസ് ടെക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് നെയ്സിമീസ് കട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ സെൻറ്ററിലും സൈഡിലും ഒരു കട്ട് കൊടുക്കുക, ചെറിയൊരു കട്ട് കൊടുക്കുക. അതേപോലെ തന്നെ താഴത്തതിലും സെൻറ്ററിലും സൈഡിലും ഇങ്ങനെ ചെറിയൊരു കട്ട് കൊടുക്കുക. ഇങ്ങനെ കട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇവിടെ ഫ്രില്ല് കൊടുക്കുമ്പോൾ ഈ ഫ്രില്ല് ഇങ്ങനെ വന്നിട്ട് ഈ പോയിൻറ്റിലേക്കും പിന്നെ സെൻറ്റർ പോയിൻ്റ് സെൻറ്ററിലേക്കും പിന്നെ ഈ സൈഡത്തെ പോയിൻ്റ് ഈ സൈഡിലേക്കും ആവണം. അപ്പം നമുക്ക് കറക്റ്റ് എൻഡിലേക്ക് കറക്റ്റ് ഫ്രില്ല് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഷോൾഡറും ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെറി വെക്കാം. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് നെറി വെച്ച് കൊടുക്കേണ്ടത്. സാധാ നമ്മൾ നെറി എടുക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കട്ടിങ്ങിലേക്ക് കറക്റ്റായിട്ട് ഈ കട്ട് എത്തുന്നത് പോലെ വെച്ച് കൊടുക്കണം, നെറി വെച്ച് കൊടുക്കണം. നമ്മൾ നെറി വെക്കേണ്ടത് ഇതാ ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ ഇത് എൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ ആ കട്ടിങ്ങിന് കറക്റ്റായിട്ട് താഴത്തെ കട്ടിങ്ങും ജോയിൻ്റ് ആയി കഴിഞ്ഞു. ഇനി ഇത് ഇപ്പോൾ എൻഡിലേക്ക് എത്തി. ഞാൻ നെറി വെച്ചിട്ട് എൻഡിലേക്ക് എത്തി. അപ്പം നെറി വെക്കാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് എൻഡാണ്. കട്ട് കറക്റ്റ് ഞാൻ നേരത്തെ കട്ട് ചെയ്തതിന് കറക്റ്റായിട്ട് എല്ലാം വന്നപ്പോൾ ലാസ്റ്റ് എൻഡിലേക്ക് കറക്റ്റ് തുണി വന്നു. അപ്പോൾ അതുപോലെ തന്നെ ലാസ്റ്റിലേക്ക് തുണിക്ക് കറക്റ്റ് വരുത്തിക്കുക കട്ട് ചെയ്തിട്ട്. ഇപ്പം നമ്മൾ നെറി വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഈ രണ്ട് കൈയിൻ്റെ ഭാഗത്തും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പം നമ്മൾ രണ്ട് കൈയിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് ജോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഈടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ക്രോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഇനി നമുക്ക് ഈ താഴെ ഭാഗം ചെറുങ്ങനെ അധികം ഫോൾഡ് ഇതാക്കാണ്ട് ചെറുങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ സിമ്മീസ് ഇവിടെ നെറി സിമ്മീസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് നെറി ഫ്രോക്കും സ്റ്റിച്ച് ചെയ്യേണ്ടത്. പക്ഷേ സ്ലീവ് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ബൈ.